ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പ്രധാനമായിട്ടും ചപ്പാത്തിയാണ്. അപ്പോൾ ഒരു 6-7 ചപ്പാത്തി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്രത്തോളം സൈസ് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ അതല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ളൊരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവാള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താണ്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവാള നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അതുപോലെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് പോയി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക വെച്ചാൽ അങ്ങനെ ചെയ്താലും മതി. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നു തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരേക്ക് നന്നായിട്ടൊന്നത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് എണ്ണയുടെ കുറച്ച് കുറവുള്ളൂടെ ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് പോയി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നു കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയ ശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചപ്പാത്തി നമ്മളിതിലേക്ക് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുത്തി ഇളക്കണ്ട. ഒന്ന് മസാലയൊക്കെ ഈ ചപ്പാത്തിയിലൊന്ന് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇതിൽ കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. നന്നായിട്ട് നമ്മൾ കുത്തി ഇളക്കണ സമയത്ത് നന്നായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ മസാല ഒന്ന് എല്ലായിലും ഒന്ന് പിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാലും മാത്രം മതി. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി കൊണ്ടുള്ള ഒരു റെസിപ്പി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്കത് ചൂടോട് കൂടി തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിത് രാവിലെ ചപ്പാത്തിക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രാവിലത്തെ ചപ്പാത്തി ബാക്കിയാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്തിൽ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും.